നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഉടനെ ബാങ്ക് അക്കൗണ്ട് നോക്കാൻ പോവോ? അതോ നിങ്ങളുടെ ചുറ്റും നോക്കുവോ? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെ പറ്റിയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമായി ഒതുങ്ങുന്ന സുഹൃത്തുക്കളെ പറ്റിയല്ല, ശരിക്കും റിയൽ ലൈഫിൽ താങ്ങായും തണലായും ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പറ്റിയാണ്. പലരും അംഗീകരിക്കാത്തൊരു സത്യം ഞാൻ പറയട്ടെ, നമുക്കെല്ലാവർക്കും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് പല കാര്യത്തിനും ഒരു എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ പറയും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല എന്താണല്ലോ. ശരിയാണ്, ഇന്ന് എത്ര ദൂരത്തുള്ള ഒരാളെ നമുക്ക് വിളിക്കാനായിട്ട് നിമിഷങ്ങൾ മതി. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ബോണ്ടുകൾ പലതും ഇന്ന് അത്ര സ്ട്രോങ് അല്ല? പണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇതിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു. ഒന്ന്, നമ്മുടെ വിരൽ തുമ്പിലന്ന് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരോടും എവിടെയെങ്കിലും ഒത്തുകൂടുകയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഈസ് ഓഫ് ഡിസ്ട്രാക്ഷൻ എൻ്റർടൈൻമെൻറ്റ് വളരെ എളുപ്പമായപ്പോൾ സ്വാഭാവികമായും ഹ്യൂമൻ ബ്രെയിൻ എളുപ്പമുള്ളതല്ലേ നോക്കുള്ളൂ. ഈ എഫേർട്ടിനെ പറ്റി രസകരമായ ഒരു കഥയുണ്ട്. ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സ് വിറ്റതിൻ്റെ ഒരു കഥ. അതായത് ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സ് പണ്ട് റിലീസ് ചെയ്യുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണ്, 1980s സംതിങ്ങോ അല്ലെങ്കിൽ അതിന് മുമ്പോ മറ്റോ ആണ് ഇത് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്. ഈ കേക്ക് മിക്സ് വെച്ച് കേക്ക് ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ഇത് സ്ത്രീകളെ ഫോക്കസ് ചെയ്ത് വിറ്റിട്ട് ഇതിൻ്റെ വിൽപ്പന അധികം നന്നായി നടന്നില്ല. അപ്പോൾ അവരൊന്ന് മാറ്റിപ്പിടിച്ച് പുരുഷന്മാരെ കേന്ദ്രീകരിച്ച് വിറ്റപ്പോൾ ഈസിലി ഇതിൻ്റെ വിൽപ്പനയാണ്. ബേക്കറികളിലും കാര്യങ്ങളിലും ഒക്കെ എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത് സഹായിച്ചു. അപ്പോൾ ഇവരൊരു സൈക്കോളജിസ്റ്റിനെ ഹയർ ചെയ്തു ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ. കാരണം ഇവരുടെ മെയിൻ ഫോക്കസ് ഫീമെയിൽസാണ്. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ പുരുഷന്മാർ ജോലിക്ക് പോവുകയും സ്ത്രീകൾ വീട്ടുജോലികൾ മാത്രമേ ചെയ്യുന്നു. അപ്പോൾ അവരുടെ ലൈഫ് ഭയങ്കര ബോർഡമാണ്. അപ്പോൾ അവർ കഴിവതും ആക്ടിവിറ്റീസ് കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കേക്ക് മിക്സ് നേരെ പൊട്ടിച്ച് കേക്ക് ഉണ്ടാക്കുന്നത് ഇവർക്കൊരു ചീറ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് മാറ്റാൻ ഉപയോഗിച്ച രീതി അതിനേക്കാൾ രസകരമാണ്. അവർ എൻ്റെ റെസിപ്പി ഒരല്പം മാറ്റി. അതായത് ഈ കേക്ക് മിക്സിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു എഫേർട്ട് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ സെയിൽസ് കുത്തനെ ഉയർന്നു. ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് എന്നതിലുപരി മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. അത് ഒരു ചെറിയ എഫേർട്ട് എപ്പോഴും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലാക്ക് ഓഫ് എഫേർട്ട്. രണ്ട്, ബോർഡം സഹിക്കാൻ പറ്റായിക. മാർക്കസ് ഒറേലിയസ് പറഞ്ഞിട്ടുള്ളത്, ഹ്യൂമൻ ബീങ്സ് ആർ മെയ്ഡ് ഫോർ വൺ അനദർ, സോ ടീച്ച് ദം ഓർ ബെയർ വിത്ത് ദം. അതായത് ആളുകൾ പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും വേണ്ടിയിട്ടുള്ള ജീവികളാണ്. ഒന്നുകിൽ അവരെ അത് പഠിപ്പിക്കുക, അല്ലെ അത് സഹിക്കുക. പക്ഷെ നമ്മൾ ഇന്ന് അതൊന്നും ചെയ്യുന്നില്ല. പല കാര്യങ്ങളിലും നമ്മൾ എഫേർട്ട് ഇടുന്നില്ല. മാത്രമല്ല അവരുടെ ബോറിങ് ജീവിതത്തിലെ കാര്യങ്ങളൊന്നും കേൾക്കാനും നമ്മൾ മനസ്സ് കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ബേസ് തന്നെയാണ് ഞാൻ ഇക്കിഗൈ എന്ന ബുക്കിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തിരുന്നത്. കാണാത്തവർക്ക് ലിങ്ക് ഇവിടെ കൊടുക്കാം. അതിലെ മാവോയി എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അത് നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കുകയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഭക്ഷണം, വെള്ളം, വായു എന്നതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഹ്യൂമൻ കണക്ഷൻ. അതായത് നമ്മൾ ഒരാളിനെ കാണുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ. കാരണം ലൈഫ് വിത്തൗട്ട് കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോ ഫോം ഓഫ് ഡെത്താണ്. മരണത്തിലേക്ക് നമ്മൾ പതിയെ അടുക്കുന്ന പോലെ തന്നെയാണ്. നമ്മളെല്ലാവരും മരണത്തിലേക്ക് പതിയെ അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. എങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് എൻജോയ് ചെയ്ത് ആ സമയം പോയിക്കൊള്ളു. നാളെ അവനെ പോയി കാണാം, നാളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് നാളെ വെച്ച് എത്രയോ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മാത്രമല്ല, ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ആരെങ്കിലും ഓർക്കുവാണെങ്കിൽ വെറുതെ ചുമ്മാ വിളിച്ചേക്കണം. ഫ്രീ ആണോ എന്താണോ എന്നൊന്നും ചോദിക്കണ്ട, വെറുതെ വിളിച്ചേക്കണം. അയാൾ ഫ്രീ ആണെങ്കിൽ അയാൾ എടുക്കും, അല്ലെങ്കിൽ എടുക്കില്ല, സാരമില്ല. അറ്റ്ലീസ്റ്റ് അയാൾ അവിടെ നമ്മുടെ മിസ് കോൾ കാണുമ്പോഴെങ്കിലും യെസ് ഓഫ് കോഴ്സ് അവൻ എന്നെ വിളിച്ചായിരുന്നു എന്നൊരു മെസ്സേജ് അപ്പുറത്ത് ചെല്ലുമല്ലോ. പിന്നെ നമ്മളെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു റിച്വലോ ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു ദിവസമോ മാറ്റി വെക്കപ്പെടും. ഈ പറയുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ക്ലോസ് ആയിട്ടുള്ള ആളുകളിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ പാർട്ട്ണറും പെടും. സോ എല്ലാവരെയും കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ ലവ്ഡ് വൺസിനെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും പാർട്ട്ണറിനെ എല്ലാവരെയും. എൻ്റെ ശവക്കല്ലറയിൽ പൂക്കൾ വെച്ചിട്ട് എന്ത് കാര്യമെന്ന് കമലാ സുരയ്യ ചോദിച്ച പോലെ നിങ്ങളുടെ ടൈമും പ്രസൻസും ഒക്കെ അർഹിക്കുന്നവർക്ക് കൊടുക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചുവെങ്കിൽ, ആരെങ്കിലും ഓർമ്മിപ്പിച്ചുവെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഞാൻ നിന്നെ ഇന്ന് ഓർത്തായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.